മദ്യം ഇവിടെ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നുണ്ട്. അല്ല അന്ന് എന്തായിരുന്നു? എന്നാൽ പിന്നെ ഞങ്ങളെ മെഡിക്കൽ ചെക്കപ്പ് എടുക്കുമ്പോൾ മദ്യത്തിൻ്റെ സ്മെല്ല് വരൂലേ? പോലീസ് നമ്മളെ കൊണ്ട് മെഡിക്കൽ ചെക്കപ്പ് എടുക്കാത്തത് മദ്യം ഉപയോഗിച്ചുകൊണ്ടാന്ന് നടക്കും. മറ്റേ ഈ ഊതം പറയുന്നൊരു സാധനമുണ്ടല്ലോ നമ്മളിങ്ങനെ, അത് എടുത്തിട്ടില്ലല്ലോ. കാരണം ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല, ഷിഹാസൊക്കെ മദ്യം ഉപയോഗിക്കാറുമില്ല. അല്ല, ഒരു ലഹരിയും ഓംപ്രകാശ് ഉപയോഗിക്കാറില്ല? ഇല്ല ഞാൻ അല്ല, സോഷ്യലി ഞാൻ മദ്യപിക്കാറാണ്. പക്ഷെ എനിക്ക് അന്ന് മദ്യപിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ എൻ്റെ ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ മദ്യപിക്കും. ലഹരി ഉപയോഗിക്കാറില്ല? ഒരു ലഹരി ഒരു ലഹരി ഉപയോഗിക്കില്ല. അല്ല, പിന്നെ എന്തിനാണ് ഈ ഓംപ്രകാശ് ഉൾപ്പെടെയുള്ളവർ അന്ന് ഇവിടെ ലഹരി ഉപയോഗിച്ചെന്ന് പറയുന്നത്? പിന്നെ മാത്രമല്ല, ഒരു ചോക്ലേറ്റ് ബിനു, അല്ല ബിനു താങ്കളുടെ സുഹൃത്താണോ? ബിനുവിനെ എനിക്കറിയാം. അല്ല, ബിനുവിന്റെ ഇടപാടുകളെ കുറിച്ച് അറിയാമോ? ഇല്ല. അത്തരം ലഹരി ഇടപാടുകളുള്ള വ്യക്തിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇല്ല, എൻ്റെ അറിവ് എനിക്കറിയില്ല. അങ്ങനെ എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അയാളോട് സംസാരിക്കില്ല. അങ്ങനെ ലഹരി സംഘമായിട്ട് ഒരു ബന്ധമില്ല? ഒരു ബന്ധമില്ല. അല്ല, പിന്നെ കൊച്ചി പോലീസ് അല്ലല്ലോ, കേരളത്തിലെ മൊത്തം പോലീസ് ഒരെണ്ണറിൽ കീഴിലാണ്. എന്നെ ട്രിവാൻഡ്രത്ത് എല്ലാവർക്കും അറിയാലോ. എന്നെ 10-15 വർഷമായിട്ട് മോണിറ്റർ ചെയ്യുന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ലഹരി ഇടപാടോ ആ ലഹരിയുള്ള ആൾക്കാരുമായിട്ട് ബന്ധമോ? ഇപ്പോൾ സാധാരണ ആൾക്കാർ ജയിലിൽ പോകുമ്പോഴെങ്കിലും അത്യാവശ്യം കഞ്ചാവൊക്കെ വലിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അതുപോലും ഉപയോഗിക്കാറുണ്ട്. അല്ല, കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഷിഹാസിനോ? അയാൾ ഒരു 3-4 കമ്പനിയുടെ ഓണറാണിപ്പോൾ. അയാൾക്ക് എന്തിനാണ് ഈ പറഞ്ഞ ക്രൗൺ പ്ലാസിൽ റൂം എടുത്തിട്ട് ലഹരി മാഫിയ എടുത്തിട്ട് കാര്യത്തെ 1,50,000 രൂപയ്ക്ക് റൂം എടുത്തിട്ട് വട്ടാണോ ഒരു മനുഷ്യന്? അയാൾക്കൊരു പെറ്റി കേസുപോലും ഇല്ല. അല്ല, അന്ന് അവിടെ സൽക്കാരം സംഘടിപ്പിച്ചതാരാണ്? സൽക്കാരമല്ലെന്നേ. ഇപ്പം നിങ്ങളിപ്പം പിന്നെ ട്രിവാൻഡ്രത്ത് വരുന്നു, സോ ആയിട്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിക്കകത്തുള്ള ആൾക്കാർ കൂട്ടുകാരെ വിളിക്കും, ആളെ ഞാൻ ഇവിടെ ഉണ്ട്. അല്ല, ഷിഹാസിന്റെ ഇൻഡസ്ട്രിയിലുള്ളവരാണോ ഈ പറയുന്ന? പ്രകാശ് അല്ലെങ്കിൽ എന്റെ സുഹൃത്ത് തന്നെയാണ്. അതിനൊരു സംശയം. അല്ല, അതിന്റെ സിനിമാക്കാരൊക്കെ എന്തിനു വരുന്നു? സിനിമാക്കാരെ നമ്മൾ വിളിച്ചിട്ട് വന്നതല്ലോ. അല്ല, നിങ്ങൾ അല്ല, ഈ ഷിഹാസ് വിളിച്ചിട്ട് വരുന്നതല്ലേ? അല്ലല്ല, ഷിഹാസൊക്കെ വിളിച്ചിട്ട് വെറുതെ വരാമോ? അതായത് നമ്മളിപ്പം താങ്കൾ വിളിക്കുന്നു, താങ്കളുടെ ഫ്രണ്ട് പിന്നെ താങ്കൾ വിളിക്കുന്നു, അപ്പം നമുക്ക് നിന്റെ ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? അവർ സിനിമാക്കാരൊക്കെ എന്നുള്ളത് നമ്മുടെ റൂമിനകത്ത് വല്ല. ആര് പറഞ്ഞു? ബിനു ആണോ കൊണ്ടുവരുന്നത്? ബിനു അല്ലെന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നത് അത് പിന്നെ ഒരു പേരെനിക്ക് പറയുന്നത് ആ ചെക്കനാണെന്ന് തോന്നുന്നു. ഇവർ റാൻഡം ഇങ്ങനെ കോൾ ചെയ്തപ്പോൾ ഞങ്ങളിവിടെ ഉണ്ട്, എന്നാൽ പിന്നെ അങ്ങനെ വന്നാണെന്ന് തോന്നുന്നവർ. ശ്രീനാഥ് ഭാസിയും അങ്ങനെ ഓംപ്രകാശും അവരും തമ്മിൽ ഒരു ബന്ധമില്ല. ഫോൺ കോൾ ഡീറ്റെയിൽ പരിശോധിക്കാമല്ലോ. എന്റെ ഫോൺ കോളില്ലേ, ഇവരെന്തിനാണ് FSL പരിശോധിക്കാമല്ലോ. ഈ പറയുന്ന ആൾക്കാരെ ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് 1 മാസം മുമ്പ് അതിന്റെ കോൾ ഡീറ്റെയിൽ എടുത്തിട്ട് ഞാൻ ഇവരാരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ, എനിക്ക് ഇവരോട് അവർക്ക് കൃത്യമായിട്ട് കിട്ടുമല്ലോ. അല്ല, അങ്ങനെയെങ്കിൽ എന്തിനാണ് പോലീസിന് ഓംപ്രകാശിന് ഈ കേസിൽ ഇല്ല, ഞാൻ അതിനകത്ത് ഒരു റീസൺ പറഞ്ഞുതരാം. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ഒരു വീട്ടിന്റെ സൈഡിൽ കുറേ ആൾക്കാർ വെള്ളം അടിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇവർ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വരില്ല. അവരവസാനം പേര് ഓംപ്രകാശ് സംഘം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോലീസ് വന്നു, വടയൊക്കെ പിടിച്ചോണ്ട് പോയി. അല്ല, അങ്ങനെ ഓംപ്രകാശ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ആരായിരിക്കും ഇൻഫർമേഷൻ കൊടുക്കുന്നത് പോലീസിനെ? അല്ല, ഇവരങ്ങനെ പറയേണ്ടി വന്നു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പേര് പറയാൻ പറഞ്ഞു. അല്ല, അവിടെ ഈ പറയുന്ന ഹോട്ടലിൽ അവിടെ നമ്മുടെ കൂട്ടത്തുള്ള ഒരുത്തം തന്നെയാണ് അത് ചെയ്തത്. അയാളുടെ ഉദ്ദേശം വേറെ ഒന്നുമില്ല, നമ്മൾ കുറച്ചൊന്ന് കുടുക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പിന്നെ നമ്മളെ രക്ഷിക്കാന്ന് പറഞ്ഞ് 10 ലക്ഷം 15 ലക്ഷം രൂപ വാങ്ങിക്കുക എന്നുള്ള ഒരു ഫ്രോഡ് എടുത്തുണ്ട് അവിടെ. നമ്മുടെ പരിചയത്തിലുള്ള പയ്യനാണ്, പക്ഷെ അവൻ കാണിക്കുന്നതൊക്കെ ഭയങ്കര ദ്രോഹപരമായ കാര്യങ്ങളാണ്. താങ്കൾ പറഞ്ഞു താങ്കൾ അതിന് രാസലഹരി ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയാണ്. എന്താണ് ഈ രാസലഹരി? എനിക്ക് മനസ്സിലാവില്ല. പോലീസ് എന്തിന് താങ്കൾ? ഞാൻ ചോദിക്കുന്നത്, ഈ ഞങ്ങളെ അവിടെ നിന്ന് പിടിച്ച് ഞങ്ങൾ FIR ഇടുന്ന സമയത്ത് പോലും അവർ പറയുന്ന കൊക്കൈൻ ഉണ്ടെന്നല്ലേ പറയണത്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടി ഓംപ്രകാശിന്റെ റൂമിൽ നിന്നാണ് കാണുന്നത്. എൻ്റെ റൂമിൽ നിന്ന് ഒരു ചുക്കും കണ്ടെടുത്തിട്ടില്ല. എന്തിനാണ് എൻ്റെ പേര് പറയുന്നവർ? എൻ്റെ ഓംപ്രകാശിന്റെ സാന്നിധ്യത്തിലുള്ള ഒരു സാധനവും കണ്ടെടുത്തിട്ടില്ല. ഇത് മേളിലെ റൂമിൽ നിന്ന് ഒരു കവർ കണ്ടെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇനിയിപ്പോൾ രാസലഹരിയാണോ മറ്റതാണോ എനിക്കറിയില്ല. അവിടുന്ന് മദ്യം ഉണ്ടാകുന്ന എനിക്കറിയാം. പോലീസിന് അങ്ങനെ വിരോധമുണ്ടോ? വിരോധത്തിന് കാരണം എന്താണ്? പോലീസല്ലല്ലോ വിരോധം കാണിക്കുന്നത് ഇവിടെ. പോലീസിനോട് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റും. ആരാണ് താങ്കളെ ലക്ഷ്യമിടുന്നത്? ഒന്നുമില്ല, പത്രം ഈ എന്തൊരു നിങ്ങളുടെ ഒരു ഇത് വരുന്നത് TRPയോ അതിനുവേണ്ടി പോലീസ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ അല്ലേ? പോലീസ് തരുന്നത് ഞാൻ വിശ്വസിക്കില്ല. പോലീസ് അങ്ങനെ ഇത് പോലീസ് തരുന്ന കൃത്യമായ റിപ്പോർട്ട് കോടതിയിലുണ്ടാവും. അല്ല, വാർത്താക്കുറിപ്പിലാണ് പോലീസ് തന്നിരിക്കുന്നത്. അതാരാ ഏത് വാർത്താക്കുറിപ്പാണ്? പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. കോടതി സമർപ്പിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. കോടതി സമർപ്പിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. പോലീസിന് താങ്കൾ ഈ കേസിൽ കൊടുക്കാൻ അതിന്റെ പോലീസിന്റെ താല്പര്യം എന്താണ്? അല്ല, എനിക്ക് തോന്നുന്നത് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓംപ്രകാശ് അടങ്ങുന്ന ഒരു സംഭവം അവിടെ എന്തോ നടക്കുന്നു ഇൻഫർമേഷൻ കിട്ടി കാണും. അവർ റെയ്ഡ് ചെയ്തു. ഈ റെയ്ഡെന്ന് പറയുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ലീഗൽ എല്ലാം എടുത്തിട്ടല്ല റെയ്ഡ് ചെയ്തു. കാരണം അങ്ങനെ ഒരു രാസലഹരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗസറ്റ് ഓഫീസറിൻ്റെ പ്രസൻസ് വേണം ഇത് കണ്ടെടുക്കുമ്പോൾ. ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിങ്ങനൊരു കേസുണ്ടായി.
കേസെടുത്തു. എൻ്റെ പേരിൽ എന്താ കേസെടുക്കാൻ കാര്യം? ഞാൻ വേറെ റൂമിൽ താമസിക്കുന്ന ഒരാൾ ഷിയാസക്കയുടെ റൂമിൽ ഈ പറഞ്ഞ സംഭവങ്ങളെ കണ്ടെടുത്തത്, അയാളെ എടുത്താൽ പോരെ? എങ്കിൽ പിന്നെ ഈ 18 പേര് വന്ന് അവരെ മൊത്തം കേസെടുക്കണ്ടേ? അല്ല, അതുകൊണ്ടാണല്ലോ പോലീസ് അവരെയൊക്കെ പരിശോധിച്ചില്ല. എന്ത് പരിശോധിച്ചവരെ? ചോദ്യം ചെയ്തു. പക്ഷെ താങ്കൾ ചോദ്യം ചെയ്താലേ തീരുവോ? പശ്ചാത്തലം വെച്ചുകൊണ്ടാണല്ലോ പോലീസ്. എൻ്റെ പശ്ചാത്തലം ഇതായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു നെഗറ്റീവ് സൈഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ കേസെടുത്ത് ഇങ്ങനെ ഒരാൾ അവിടെ പിടിക്കുന്നു, അതൊരു വലിയ വാർത്തയാക്കുന്നു. അത് ചെയ്തപ്പോൾ പോലീസ് ഓഫീസർമാർക്ക് ഭയങ്കരമായ ഒരു എന്താ പറയുക ഹൈപ്പ് കിട്ടുന്നു. ഒരു ബലിയാടാവുന്ന ഞാനാണ്. അല്ല, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കൊക്കെയിൻ ആയിരുന്നു അവിടെ നിന്ന് കണ്ടെത്തിയതെന്ന് പോലീസിന് അങ്ങനെ വ്യാജമായി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? ഇല്ല, അങ്ങനെ ഞാൻ പറയില്ല. റിപ്പോർട്ട് വ്യാജമായി സമർപ്പിക്കാൻ അവർക്ക് പറ്റില്ല. ഇത് എൻ്റെ ഒരു ചോദ്യം, ഈ 1 മാസത്തിന് ശേഷം FSL റിപ്പോർട്ട് വന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്, വാർത്തകളിലൂടെ ഞാൻ അറിയുന്നത്. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇവർ തുടക്കത്തിൽ എങ്ങനെയാണ് കൊക്കെയിനാണെന്ന് അവർ സ്ഥിരീകരിച്ചത്? നിങ്ങൾ ന്യൂസ് എടുത്ത് നോക്കിയേ. രാസലഹരി ഉണ്ടായിരുന്നു എന്ന് അവരെങ്ങനെ കണ്ടെത്തി? റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്താൻ പറ്റുമോ? ഈ 1 മാസം കഴിഞ്ഞല്ലേ കണ്ടെത്തേണ്ടത്? അത് എൻ്റെ റൂമിൽ നിന്നാണോ? അല്ല, എൻ്റെ റൂമിൽ നിന്ന് ഒരു സാധനവും പിടിച്ചിട്ടുമില്ല, ഒരു മദ്യക്കുപ്പിയില്ല, ഒരു ഗ്ലാസ് പോലും അതിനകത്തില്ല. ഞാൻ വളരെ ഫ്രഷായിട്ട് എൻ്റെ റൂമിൽ കിടക്കുകയായിരുന്നു. മെകളിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ രേഖയുണ്ട്. ഈ മദ്യം വാങ്ങിച്ചതിനുള്ള കൺസ്യൂമർ ഫെഡ്, ഇത് ഗവൺമെൻറ്റിൻ്റെ മദ്യമാണത്, അല്ലാതെ വേറെ കള്ളക്കടത്തിലുള്ള മദ്യമല്ല വാങ്ങിച്ചത്. പിന്നെ ഈ പറഞ്ഞ സ്ലിപ്പ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്തിന് ഇങ്ങനെ ഒരു വ്യാജ കഥ പോലീസിന് സൃഷ്ടിക്കണം? വ്യാജകഥ പോലീസല്ല സൃഷ്ടിച്ചത്, പോലീസ് പറഞ്ഞ വിവരങ്ങളാണ്. ഇല്ല, ഒരിക്കലുമില്ല. പോലീസിനകത്തുള്ള ചില പിന്നെ ഈ മാധ്യമ പ്രേമികളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. അവർ പറഞ്ഞ് ഇതെല്ലാം കോടതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടോ താങ്കൾ പറയുന്നത്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ആ പരിപാടിക്ക് നിൽക്കില്ല. ഇത് ഈ കോൺസ്റ്റബിൾ ലെവലിലും സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ള കുറേ ഈ നുണയന്മാരുണ്ടല്ലോ പോലീസിനകത്ത്. ഇല്ലാത്ത കഥ ഉണ്ടാക്കി ഹയർ പോലീസ് ഓഫീസിനെ അറിയിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ പറയുന്നത് അവർ തന്നെയാണ് ഈ മീഡിയസുമായിട്ട് ബന്ധമുള്ളത്. അല്ല, ഓം പ്രകാശ് എത്ര കേസിൽ പ്രതിയാണ്? എനിക്ക് 2 കേസേ ഉള്ളൂ, ഇതും കൂടെ കൂട്ടിയിട്ട്. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു 30ഓളം കേസ്. അതാണ് ഏറ്റവും വലിയ കളത്തിന്. 30 കേസ് ഇവരെ തെളിയിക്കട്ടെ. എൻ്റെ ലൈഫിൽ 30 കേസ് ഉണ്ടായിട്ടില്ലല്ലോ. ഇതൊക്കെ എൻ്റെ 21 ഇയേഴ്സിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തപ്പോൾ എൻ്റെ ഉണ്ടായ കേസുകളുടെ ഡീറ്റെയിൽ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 2007 ശേഷം എനിക്ക് രാഷ്ട്രീയമല്ലാത്തൊരു കേസുണ്ടായി. അതിനകത്ത് ഞാൻ ശിക്ഷ അനുഭവിച്ച് 4-5 വർഷം ജയിലിൽ കിടന്ന ഒരാളാണ്. എനിക്ക് കഴിഞ്ഞ ഈ 2013 ശേഷം 2024 വരെ ഒരു കേസും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു സംഭവമായിട്ട് പാറ്റൂർ, അതും ഞാൻ ചെന്നൈ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. അതിനിടെയാണ് ഈ പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇത് ഞാൻ അതിനകത്ത് ദൃക്സാക്ഷിയാണെന്ന്. ഇതൊക്കെ കോടതിയിലുള്ള കാര്യമില്ല. ഞാൻ ഐ വിറ്റ്നസ് ആയ ഒരാളെങ്ങനെയാണ് ഇതിനകത്ത് പ്രതിയാണെന്ന് ആൾക്കാർ പറയുക? ഞാൻ കോടതിക്ക് സാക്ഷി പറഞ്ഞു. താങ്കളുടെ പേര് അത് വെച്ചുള്ള കഥകളായിരുന്നല്ലോ വന്നത് ആ സമയത്ത്. അതൊക്കെ ഗോസിപ്പുകൾ വെറുതെ. ഇപ്പോൾ നമ്മൾ എങ്ങനെ സൗഹൃദം? പോൾ മുത്തുവായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത ട്രിവാൻഡ്രത്തുള്ള അടുത്ത സുഹൃത്തുക്കൾ പഠിച്ചത് രാമയ്യ കോളേജിലാണ്, ബാംഗ്ലൂർ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ബാംഗ്ലൂർ പോകാമെന്ന് പറയുന്നത് ഒരു അംബീഷനാണ്, നമ്മുടെ ഒരു ഇത്. കാശുമില്ല. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് അവരെ കൂടെ ഒരു ടിക്കറ്റ് എടുത്ത് പോകുന്ന സമയത്ത് അന്ന് അവർ പരിചയപ്പെടുത്തുന്ന ആളാണ് പോൾ. ബിനീഷ് കോടിയുടെ അടുപ്പമുണ്ടോ? അറിയാം, എനിക്ക് എല്ലാം നിങ്ങളെപ്പോലെ എനിക്കും അറിയാം. പാർട്ടിക്കാരായിട്ട് എങ്ങനെ അടുപ്പം? ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുപ്പമുണ്ടോ? രാഷ്ട്രീയ നേതാക്കന്മാർ എൻ്റെ നാട്ടിൽ ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ എനിക്ക് അടുപ്പുള്ളൂ. അല്ലാണ്ട് CPM താങ്കൾ പറയുന്നത് ഞാൻ CPM പ്രവർത്തകൻ തന്നെയാണ് ഇപ്പോഴും. അതെ, ആ ഒരു സംശയമില്ല. പാർട്ടിയുടെ നല്ല അടുപ്പമുണ്ട്. പാർട്ടിയായിട്ട് അടുപ്പമൊന്നുമില്ല. SFIയുടെയും DYFIയുടെ ഏത് ഘടകത്തിലുണ്ടായിരുന്നു? ഞാൻ SFIയിൽ ഞാൻ പിന്നെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അത് DYFIയുടെ ഏരിയ സമ്മേളനം 4 ഏരിയ സമ്മേളനം പ്രതിയായിരുന്നു. എൻ്റെ 19ാമത്തെ വയസ്സിൽ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പുള്ള ആളായിരുന്നു. ഞാൻ പാർട്ടി തന്നെയാണ്, മരിക്കുന്നവരെ പാർട്ടി തന്നെയായിരിക്കും. അപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? പാർട്ടിക്ക് വേണ്ടി ആരും ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നില്ല. നമ്മൾ ഈ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. അതിന് നമ്മൾ ഡിഫെൻഡ് ചെയ്യൂലേ, ആ ഡിഫെൻഡിൻ്റെ ഭാഗമായിട്ട് കേസുകൾ എല്ലാവർക്കും. എനിക്ക് രാഷ്ട്രീയ സംഘർഷങ്ങളിലൂടെയാണ് ഓം പ്രകാശ് പ്രവർത്തനത്തിൽ വന്നത്. അല്ല, ക്രിമിനൽ എന്ന് പറയുന്നത്, ക്രിമിനൽ പ്രവർത്തനം എന്ന് പറയുന്നതിനകത്തൊരു വ്യത്യാസമുണ്ട്. രാഷ്ട്രീയമായുള്ള സംഘർഷങ്ങൾ ഒരിക്കലും ക്രിമിനലായിട്ട് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ നാളെ ഈ പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കൈ കൊടുക്കാം. നമ്മൾ അങ്ങനെ ഒരു കേസ് നമുക്കുണ്ടായിട്ടില്ല. ഓം പ്രകാശ് കൊട്ടേഷൻ നേതാവാണ്. എനിക്ക് കൊട്ടേഷനും ഒരിക്കലും ഇല്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എൻ്റെ അടുത്ത് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ ഉദ്ദേശിച്ച കാൻഡിഡേറ്റ് ഞാനല്ല, എനിക്ക് ജീവിക്കാനുള്ള എല്ലാ സംവിധാനമുണ്ട്, എന്നെ ഒന്ന് വെറുതെ വേണം. ഒരു കൊട്ടേഷനും ഒരു പിടിച്ചുപറിയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു സംഭവം എൻ്റെ പേരിൽ ഈ പോലീസിന് പോലും പറയാൻ പറ്റില്ല. അടിപിടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതില്ലാന്ന് പറയാനില്ല.
താങ്കൾ ഈ പോലീസുകാരായിട്ട് ബന്ധമുണ്ടോ? പോലീസ് ഉന്നതരൊക്കെയാണ്. പോലീസ് എങ്ങനെ നമ്മളെ പോലുള്ള പോലീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കേസുമായിട്ട് പോകുമ്പോൾ അവിടുത്തെ CEO അല്ലെങ്കിൽ അവിടുത്തെ റൈറ്ററോ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്ക് ഇവരെ പരിചയം ഉണ്ടാവും. അവർ നാളെ രാവിലെ നമ്മൾ വിളിക്കണമെന്നില്ല. അല്ല, പണ്ട് കേട്ടിട്ടുണ്ട് ഈ ഗുണ്ടകളെ അതൊക്കെ ചുമ്മാ അത് പോലീസ് അങ്ങനെ ഉപയോഗിക്കാറുണ്ടെന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾ അങ്ങനെ ഒരു പോലീസിനെ നിർത്താൻ താങ്കൾ ആഗ്രഹിക്കാത്തതുകൊണ്ടാണോ? ഇല്ല, പോലീസ് അങ്ങനെ ചെയ്യുന്നില്ല. പോലീസിന് പ്രഷറാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പേര് വരുമ്പോൾ കമ്മീഷണർ ഇടപെടും, അവൻ അറസ്റ്റ് ചെയ്യും, ഇവനെ പിടി. എത്രയോ പേര് ഇവിടെ കേസ് ഉണ്ടാക്കുന്നു. ഓംപ്രകാശ് ഇവിടെ ക്രിമിനൽ കേസ് ഇവിടെ ഉണ്ടാക്കുന്നു. ഇവിടെ ഇത്രയേ ദിവസവും അടികൂടിയില്ല ആൾക്കാർ, വെട്ടും കുത്തും ബഹളവും. ഇവരെ വാർത്തയൊന്നും ആരും കാക്കണേ. ഇപ്പം ഞാൻ എന്തെങ്കിലും മൂത്രം ഒഴിച്ചാൽ ഉടനെ വാർത്ത. അങ്ങനെ താല്പര്യം പോലീസ് താങ്കളുടെ വിരോധത്തിന് പുറത്താണോ? ഇല്ലില്ല, പോലീസിന് വിരോധമൊന്നുമല്ല. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല്, നമ്മൾ ജീവിക്കുന്ന രീതി, കാരണം ഇവരെല്ലാം ഈ ഗുണ്ടകളെന്ന് ചിത്രീകരിക്കപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നൊരു പ്രഡിക്ഷനുണ്ട്. ഞാൻ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പക്ഷെ ആ ഗുണ്ട പരിവേഷം അത് ആസ്വദിക്കുന്നുണ്ടോ? ഇല്ല. ഈ ഗുണ്ടാ പരിവേഷത്തിൽ അല്ലാതെ ഞാൻ ഭയങ്കര ഫെമിലിയറാണ്. അല്ലാതെ ഞാൻ ഭയങ്കര 3 സിനിമകളിൽ അഭിനയിച്ചു. അതുകൊണ്ടൊന്നുമല്ല. എൻ്റെ നാട്ടിൽ ഞാൻ എല്ലാ ആൾക്കാരുമായിട്ടും നന്നായിട്ട് പെരുമാറുകയും എല്ലാ ആൾക്കാരുടെയും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ ഇടപെടുന്ന ഒരാളാണ്. എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണ്. അല്ല, ആരാണ് ശരിക്കും ഓംപ്രകാശ് എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ പലർക്കും അറിയാൻ താല്പര്യം കാണും. താങ്കൾ ഒരു ക്രിമിനലാണോ, കൊട്ടേഷൻ പ്രവർത്തകനാണോ, അതിന് താങ്കളുടെ ജോലി എന്താണ്, താങ്കൾ ആരാണെന്ന് അറിയണമെന്നൊരു താല്പര്യം ഒരു പക്ഷേ കേരളത്തിലുള്ള ചില ആളുകൾക്ക് കാണും. കാരണം ഇങ്ങനെ ഒരു ഗുണ്ടാ പരിവേഷമുള്ള വ്യക്തിയാണല്ലോ. ഞാൻ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ഒരു ആപ്പിൻ്റെ ഓണറാണ്. ആർക്കും അറിയില്ലത്. ദുബൈയിൽ എൻ്റെ 2 സുഹൃത്തുക്കളുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ അത്യാവശ്യം ഇവിടെ റിയൽ എസ്റ്റേറ്റ് അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഇതൊന്നും ഈ പറഞ്ഞ പോലെ ഗുണ്ടായുസം കാണിച്ചിട്ടോ മറ്റത് കാണിച്ചിട്ടോ ഉണ്ടാക്കിയതല്ല. പിന്നെ എൻ്റെ കാശുണ്ട്. എൻ്റെ ഇപ്പോൾ 6 അക്കൗണ്ട് ഫ്രീസ് ചെയ്തില്ല, ഒരു ചുക്കുമില്ല. ഞാൻ ഈ സമൂഹത്തിൽ നന്നായി ജീവിക്കും, നല്ല ഹോട്ടലിൽ പോവും, നല്ല ഡ്രസ്സിടും, നന്നായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം. ശത്രുക്കളുണ്ട്. ശത്രുക്കളെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ശത്രുക്കളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം നാളെ ഞാൻ രാവിലെ എണീച്ചിട്ട് മമ്മൂട്ടി ചീത്ത വിളിക്കും, ഞാൻ ഓട്ടോമാറ്റിക്കലി ഫേമസ് ആവും. ഇപ്പം ഈ സ്ട്രാറ്റജിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പം എന്നെ ചീത്ത വിളിച്ചാൽ അവർക്ക് എന്നെ കൊല്ലും വെട്ടും എന്നൊക്കെ പറയും. ഞാൻ ഇവിടെ റോഡിൽ തന്നെ നടക്കുന്നത്. ഈ ഓംപ്രകാശിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. പഠിക്കാൻ മിടുക്കണമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസ് കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ മറ്റേ ഹൈപ്പാക്കാൻ പറ്റും. എനിക്കതൊന്നും ആഗ്രഹമില്ല. അല്ല, ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് പക്ഷേ അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് ഒരാളെ ഇതാക്കാൻ പാടില്ല. പഠിക്കാൻ മിടുക്കനാണ്, അതുകൊണ്ട് അവന് ഭയങ്കര ബുദ്ധി. അങ്ങനെ ഒരു മിടുക്കനായിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് ഈ കൊട്ടേഷൻ തലവൻ എന്നൊരു പ്രതിച്ഛായ? അത് പോലീസ് അല്ലല്ലോ, പത്രങ്ങൾ തന്നൊരു ഇതല്ലേ. എന്നെ ഒരിക്കലും ഇവിടുത്തെ പോലീസ് അങ്ങനെ ഒരു ഇത് തന്നെ. അവർക്ക് എപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആവുന്നുള്ള ഒറ്റ പേടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പം ഇവിടുത്തെ ഒരു പബ്ബിൽ പോകാൻ വയ്യ, ഒരു പബ്ലിക്കായിട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇടപെടാറില്ല. ഇതെല്ലാം ഈ റെസ്ട്രിക്ഷൻസ് കാണാൻ. ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രിവെൻറ്റീവ് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാം. ആരെ വേണം അറസ്റ്റ്? നിങ്ങളെ അറസ്റ്റ് ചെയ്യാം, എന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഓംപ്രകാശിനെ അറസ്റ്റ് ചെയ്തു. ഇവിടെ എത്ര പേര് അങ്ങനെ അറസ്റ്റ് ചെയ്തു. അപ്പം അതിനൊന്നും ഒരു കാര്യമില്ല. എനിക്കിവിടെ നല്ല സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കളുമാണ്. എല്ലാവരും ചെയ്തൊക്കെ മേഖലകളിലും എല്ലാ മേഖലയിലും അടുപ്പമുണ്ട്. രാഷ്ട്രീയ ഉന്നതമായിട്ട് അടുപ്പമുണ്ട്. പിന്നെ ഏത് മേഖലയിൽ? അല്ല, ഞാൻ എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവർക്ക് സഹായം ചെയ്ത് കൊടുക്കാറുണ്ട്. ഇല്ലല്ലോ, എനിക്കല്ലേ അവർ സഹായം ചെയ്തത്. ഞാൻ അവർ സഹായം ചെയ്തിട്ടായിരുന്നു. രാഷ്ട്രീയക്കാർക്കൊന്നും ഇല്ലില്ല, അങ്ങനെയൊന്നും എൻ്റെ ഒരു രാഷ്ട്രീയക്കാരും ബന്ധപ്പെടില്ല. ഞാനൊരു CPM അനുഭാവിയാണ്. അത് മരയ്ക്കുന്നവർ അങ്ങനെ തന്നെ ആയിരിക്കും, അത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനത്തെ പാർട്ടിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. എന്നെപ്പോലെ ഒരാൾ ആവശ്യമില്ല. താങ്കൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ പാർട്ടിയെ? ഇല്ല, സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. എന്നെ പുറത്താക്കിയത് ഇങ്ങനെ അലിഗേഷൻ വന്നുകൊണ്ടല്ലേ. അത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. ഓംപ്രകാശിന് ആരാധകരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടോ? ആരാധകരൊക്കെ ഉണ്ട്. അത് ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ്? പലരും പല രൂപത്തിലാണ് ആരാധകരെന്ന് പറയുന്നത്. ഈ ഫാൻസ് പേജുകളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഗുണ്ടകളൊക്കെ ഇല്ല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അത് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. അങ്ങനെയില്ല. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ആളുകൾ ഉറപ്പായിട്ടും അത് ആസ്വദിക്കുന്നുണ്ട്. അല്ല, സെൽഫി എടുക്കുന്ന ആസ്വദിക്കണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇതെന്താ എൻ്റെ സെൽഫി എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഒരാളുടെ ഇഷ്ടമല്ല. ഒരാളോട്ട് ഇപ്പം എൻ്റെ ഒരു സഹോദരൻ ഒരു ബ്രദറുമായിട്ട് അല്ലെങ്കിൽ അവർ നമ്മൾ സെൽഫി എടുത്താൽ അതിനകത്ത് കുറ്റം. സെൽഫി എടുക്കും. പക്ഷേ ഞാൻ സെൽഫി എടുത്താൽ വലിയ പ്രശ്നമാണ്. സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പിറ്റേ ദിവസം പോലീസ് വിളിക്കും, ഇവരെ പറ്റി അന്വേഷിക്കും.
അല്ല, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് താങ്കൾ ഈ പഠിക്കാൻ എടുക്കാനായിട്ടുള്ള ഓം പ്രകാശ് എങ്ങനെയാണ് ഈ കൊട്ടേഷൻ പ്രവർത്തനത്തിലേക്ക് വന്നതെന്ന്? ഞാൻ ഈ കൊട്ടേഷൻ എന്ന വാക്കേ തെറ്റാണ്. ഗുണ്ടയല്ല. അല്ലല്ല, ഞാൻ പൊളിറ്റിക്കലി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതിയായ ഒരാളാണ്. പിന്നെ അത് പേഴ്സണലായപ്പോൾ എന്നെ പോലീസ് വീണ്ടും പ്രതിയാക്കി. എന്നെ കള്ളക്കേസാണ് എന്നെ കൂടുതൽ എടുത്തിട്ടുള്ളത്. അതൊക്കെ കോടതിയിൽ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. എന്നെ കുറ്റക്കാരനെന്ന് വെറുതെ വിട്ടിട്ടുമുണ്ട്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ നാട്ടിൽ ജീവിച്ചല്ലേ പറ്റൂ. നമ്മൾ ജീവിക്കും. ഇവർ കേസെടുക്കട്ടെ. കുടുംബമുണ്ട്. അപ്പം എനിക്ക് ഫാമിലി ഇല്ലേ? എനിക്കൊരു മോളുണ്ട്. അവരെവിടെയുള്ളത്? ബാംഗ്ലൂരാണ്. അല്ല, അവർക്കൊക്കെ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ താങ്കളുടെ? സ്വാഭാവികമായിട്ട് എൻ്റെ പ്രശ്നങ്ങളിൽ ആദ്യം പേറുന്നതിൻ്റെ അവരെ വീട്ടിലല്ലേ കയറുള്ളൂ. അവർ വളരെ റെപ്യൂട്ടായിട്ട് ഒരു പിന്നെ സൊസൈറ്റി താമസിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മോൾക്ക് അറിയില്ല, അവർക്ക് മലയാളം അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, അവർക്ക് ഈ പറയുന്ന വാർത്തകൾ കാണാത്തില്ലതുകൊണ്ട് അവർക്ക് അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പറയേണ്ടി വരും. അല്ല, തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇതൊക്കെ വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും ഇത്രയും പ്രാവശ്യം. ആണോ? പിന്നെ എല്ലാ ഒരു മനസ്താപം ഉണ്ടായിട്ടുണ്ട്? ഇഷ്ടം പോലെ പ്രാവശ്യം. ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല, ഇങ്ങനെയൊന്നും ഒരു ഇമേജ് വരാൻ പാടില്ലെന്ന് ഒരുപാട് പ്രാവശ്യം തോന്നി. ഈ ഇമേജ് ഇല്ലായിരുന്നെങ്കിൽ ആരായേനെ? ഞാൻ ഓം പ്രകാശ് കോടീശ്വരനാണ്. ബിസിനസ് കേരളത്തിൽ അറിയപ്പെടുന്ന ബിസിനസ്മാനാണ്. ഇനി ഓം പ്രകാശ് ഇപ്പം ഓക്കെ ഇതെല്ലാം നിർത്തി, ഈ ക്രിമിനൽ ആക്ടിവിറ്റി എല്ലാം നിർത്തി? ഒന്നുമില്ല, ഞാൻ ഓപ്പണായിട്ട് പറയല്ലേ, എനിക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇപ്പം എങ്ങനെയാണ് പിന്നെ ജീവിക്കണത്? ജീവിക്കുന്ന ജോലി ചെയ്ത് ജീവിക്കുന്നു. ജോലി എന്ന് വെച്ചാൽ എന്ത് ജോലി? ഞാൻ ഇത് കണക്കുള്ള രീതി തന്നെയാണ്. ഇത് റിയൽ എസ്റ്റേറ്റും മറ്റു ബിസിനസ്സുകളും. ഓക്കെ, എന്തായാലും അങ്ങനെ നന്നായിട്ട് ജീവിക്കട്ടെ. അതെ, ഓക്കെ, താങ്ക് യു.